ഹായ് ഫ്രണ്ട്സ്, വ്ലോഗിംഗ് വിത്ത് അലീന അനീഷ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, വേഗം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം. ബായോ. ഹോളിഡേ ആണെന്ന് കരുതി ഒരുപാട് നേരമൊന്നും കിടന്ന് ഉറങ്ങാനൊക്കത്തില്ല. ഇവിടെ വിളിച്ചുണർത്താൻ ആളൊക്കെ ഉണ്ട്. ഇവനിങ്ങനെ വന്ന് സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഇന്ന് ഞങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ടൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നു. ഗസ്റ്റ് തന്നെ ഞങ്ങളെ ജോലിയിലൊക്കെ സഹായിക്കേണ്ടി വന്നു, പറയാതെ വന്നതിനാൽ. ഞങ്ങളിന്ന് പാൽക്കപ്പയും ചിക്കൻ കറിയുമാണ് ഉണ്ടാക്കിയത്. പാൽക്കപ്പ ഉണ്ടാക്കണമെന്ന് കുറച്ച് നാളുകളായിട്ട് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരം ഇന്ന് അതിനൊരു അവസരം കിട്ടി. പാൽക്കപ്പയും ചിക്കൻ കറിയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പക്ഷേ ആസ്വദിച്ചിരുന്ന് കഴിക്കാനുള്ള സമയമൊന്നുമില്ലായിരുന്നു. ഞങ്ങൾ 2:15 മൂവി ബുക്ക് ചെയ്തിരിക്കുകയായിരുന്നു. 2 ബൈക്കിലായിട്ടാണ് ഞങ്ങൾ പോയത്. 1:30 ആയപ്പോഴേ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞങ്ങളിങ്ങനെ KSRTC ഒക്കെ ഓവർടേക്ക് ചെയ്ത് ശബരിമല പാതയിൽ നിന്നും പുനലൂർ മൂവാറ്റുപുഴ പാതയിലേക്ക് കടന്നു. പുനലൂർ മൂവാറ്റുപുഴ പാതയിലൊക്കെ കടന്നു കഴിഞ്ഞ് പിന്നെ പെട്ടെന്ന് നമ്മളങ്ങ് എത്തും. നമ്മുടെ സൈഡിൽ ഇങ്ങനെ അങ്ങ് പോയാൽ മതിയല്ലോ. നല്ല ഭംഗിയാണ് ഞങ്ങളുടെ നാടിന്. ഞങ്ങളുടെ പത്തനംതിട്ടയെക്കുറിച്ചൊക്കെ ഈ മൂവിയിൽ ഒരുപാട് പരാമർശിക്കുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞ് കുറച്ച് പേരൊക്കെ കണ്ടവരൊക്കെ പറഞ്ഞത് കാരണം മൂവി ഒന്ന് കണ്ടേക്കാമെന്ന് വിചാരിച്ചു. മലപ്പുറം വന്നപ്പോൾ അവിടെ പള്ളിയിൽ എന്തോ പെരുന്നാളാണെന്ന് തോന്നുന്നു. അവിടെ കൊടിയൊക്കെ ഉയർത്തിയിട്ടൊക്കെ ഉണ്ട്. മലപ്പുറം കഴിഞ്ഞ് നമ്മളാ ഇവിടെ ഒരു എക്സ്പോ നടക്കുന്നുണ്ട് പത്തനംതിട്ടയിൽ. പത്തനംതിട്ട വെക്കേഷൻ സമയം ഉള്ളതാണ്. ഇതിപ്പം ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്ന ഓഫീസാണ്. പത്തനംതിട്ട ജില്ലാ പോലീസ് ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മളിവിടെ വന്നപ്പം കുറച്ച് തിരക്കൊക്കെ ഉണ്ട്. ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ അകത്തേക്ക് കടന്നു. നല്ല മൂവിയായിരുന്നു. മൂവിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പം നല്ല മഴ. ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ മഴയൊന്ന് ഒതുങ്ങിയപ്പോൾ ഇറങ്ങി അവിടുന്ന്. ഇരുണ്ട് മൂടിയിരിക്കുക, മഴ പെയ്തിട്ട് അങ്ങ് തോർന്നതല്ലോളം മഞ്ഞും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല രസമാണ് ഇങ്ങനെ യാത്ര ചെയ്യാൻ ബൈക്കിൽ. കാറിന് നമ്മൾ പോയാൽ ഈ ഒരു ഫീല് കിട്ടത്തില്ല. അങ്ങനെ ഞങ്ങളുടെ പുതുക്കട ആകാറായി. പുതുക്കടയിൽ നിന്ന് പുതുക്കട ചിറ്റാർ റോഡിൽ കൂടി ഇങ്ങനെ പോകുമ്പം 2 സൈഡിലും കൈതയും ചെറിയൊരു തോടും ഒക്കെ ഉണ്ട്. നല്ല ഭംഗിയാണ് ഇതൊക്കെ കാണാൻ. ഞങ്ങൾ നനഞ്ഞിരിക്കുകയായിരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് വീട്ടിൽ ചെന്ന് ഒന്ന് ചേഞ്ചൊക്കെ ചെയ്തിട്ട് ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നു. ബർത്ത്ഡേ പാർട്ടി എന്ന് വെച്ചാൽ വലിയ പാർട്ടിയൊന്നുമല്ല. ഞങ്ങളുടെ ഫ്രണ്ടിൽ ഒരാൾക്ക് അയാളുടെ അനിയൻ തന്നെ കേക്കൊക്കെ വാങ്ങിച്ച് ഞങ്ങളുടെ കുടുംബത്തിൽ വെച്ചായിരുന്നു കേക്ക് കട്ട് ചെയ്തത്. ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ വിഷ് ചെയ്ത് കേക്കൊക്കെ കട്ട് ചെയ്തു. കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പം അവർ ബോയ്സ് എല്ലാം കൂടെ പത്തനംതിട്ടയ്ക്ക് വീണ്ടും പോയി. അവിടെ കുഴിമന്തിയൊക്കെ കഴിക്കാൻ പോയി. ഞങ്ങൾക്ക് പാഴ്സൽ വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു. ഇന്നത്തെ ഇത്രയേ ഉള്ളൂ ഗൈസ് വീഡിയോ.